ഇടുക്കി തൊടുപുഴയിൽ വി.ഡി. സതീശൻ അനുകൂല പ്രകടനത്തിനെതിരെ 4 പേർക്കെതിരെ നടപടിയുമായി ഇടുക്കി DCC. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയതിനാണ് നടപടി. DCC ജനറൽ സെക്രട്ടറി വി. താജുദ്ദീൻ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയ് മൈലാടി, റോബിൻ മൈലാടി എന്നിവരെ പദവികളിൽ നിന്ന് നീക്കിയതായി DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങളുമായി. ആഷിഖിന് അല്പസമയത്തിനകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടുക്കിയിൽ വി.ഡി. അനുകൂല പ്രകടനം നടത്തിയതിന് നടപടിയെടുത്തിരിക്കുന്നു DCC. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, വിശദാംശങ്ങൾ. ഇതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് നടപടി എടുത്തിട്ടുള്ളത്. DCC ജനറൽ സെക്രട്ടറി വി. താജുദ്ദീൻ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, കർഷക തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടറി ജോയ് മൈലാടി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയാണ് നടപടി. DCC പ്രസിഡന്റ് CP മാത്യു ആണ് നടപടി എടുത്തിട്ടുള്ളത്. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയെന്ന് കാണിച്ചാണ് നടപടി എടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെയും വി.ഡി. സതീശൻ അനുകൂല ഫ്ലക്സുകൾ അടക്കം വെക്കുകയും വി.ഡി. സതീശന്റെ മുഖപ്പടമുള്ള ത്രിവർണ്ണ പതാക ഉയർത്തിയും അടക്കം ഇവർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വി.ഡി. സതീശന് അനുകൂല നിലപാട് സ്വീകരിക്കുകയും പരസ്യമായി സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നലത്തെ പ്രകടനത്തോടു കൂടിയാണ് കർശനമായ ഒരു നടപടിയിലേക്ക് DCC പോയത്. നിരവധി നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പദവികളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആ മേഖലയിൽ, പ്രത്യേകിച്ച് തൊഴിലുറ മങ്ങാട്ടോല മേഖലയിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്നുള്ള വികാരം വളരെ ശക്തമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പലതരം പ്രകടനങ്ങൾ ഇന്നും സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ആ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആഷിഖാണ് വിശദാംശങ്ങൾ നൽകിയത്.